വിമാനത്തിന്റെ സുരക്ഷ ഒരു കാലത്ത് ഏറ്റവും സുരക്ഷിതമായ യാത്രയ്ക്ക് കൂടുതൽ ആളുകൾ തിരഞ്ഞെടുത്തിരുന്ന വിമാനമായിരുന്നു ഡ്രീം ലൈനർ. സുരക്ഷയുടെ കാര്യത്തിൽ അത്രയ്ക്ക് വിശ്വാസമായിരുന്നു ഈ അമേരിക്കൻ വിമാന കമ്പനി. പല ഘട്ടങ്ങളിൽ പല പരാതികൾ വിമാന കമ്പനിക്കെതിരെ ഉയർന്നിട്ടുണ്ട്. എന്തൊക്കെയാണ് ഡ്രീം ലൈനർ വിമാനത്തിന്റെ പ്രത്യേകതകൾ എന്ന് നോക്കാം. എന്തൊക്കെയാണ് സുരക്ഷാ ക്രമീകരണങ്ങൾ, അതിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ബോയിങ് 787 ഡ്രീം ലൈനർ വിമാനം ഇതാ എത്തുകയാണ്. വിമാനത്തിന്റെ സവിശേഷതകൾ, അതോടൊപ്പം തന്നെ വിമാനത്തിന്റെ പ്രത്യേകതകൾ, അതൊക്കെയൊന്ന് നമുക്ക് ആദ്യഘട്ടത്തിൽ നോക്കാം. ഒരു ആകാശ ദുരന്തത്തിലേക്ക് ഒരു ഡ്രീം ലൈനർ വിമാനം പോയ ഒരു സാഹചര്യം അത് നമ്മൾ മുൻപ് കണ്ടിട്ടില്ല. ഈ വിമാനം 56.70 മീറ്റർ നീളമുള്ള വിമാനമാണ്. വിങ് സ്പാൻ എന്ന് പറയുന്നത് 60 മീറ്ററാണ്. ഉയരം 16.90 മീറ്ററുമാണ്. രണ്ടാമത് പ്രധാനപ്പെട്ട കാര്യം, ഇതൊരു ഇരട്ട എഞ്ചിൻ വിമാനമാണ്. അതുകൊണ്ടാണ് എഞ്ചിൻ തകരാറാണോ വിമാനത്തിന് സംഭവിച്ചത് എന്ന കാര്യത്തിൽ ഇപ്പോൾ ഒരു ആശങ്ക ഉയരുന്നത്. ഇന്ധനക്ഷമത 1,26,206 ലിറ്ററാണ്. പൂർണ്ണമായും ഇന്ധനം നിറച്ച നിലയിലാണ്. കാരണം അഹമ്മദാബാദിൽ നിന്ന് ഹീത്രൂ വരെ പറന്നു പോകേണ്ട വിമാനമാണ്. പരമാവധി വേഗത കൈവരിക്കുക 954 കിലോമീറ്റർ പെർ മണിക്കൂറാണ്. 254 യാത്രക്കാരെ വരെ ഉൾക്കൊള്ളാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ഇതിൽ നിലവിൽ അപകടമുണ്ടാകുമ്പോൾ 230 യാത്രക്കാരും അതോടൊപ്പം 10 ക്രൂ മെമ്പേഴ്സും 2 പൈലറ്റുമാരും അടക്കം 242 പേരാണ് അപകടവേളയിൽ ഉണ്ടായിരുന്നത്. ഈ വിമാനത്തിന്റെ വില 2,180 കോടി രൂപയാണ്. വിമാനത്തിലെ വ്യത്യസ്തമായ മുന്നറിയിപ്പ് സംവിധാനങ്ങൾ ഏതൊക്കെയാണ് എന്നതുകൂടി നമുക്കൊന്ന് പരിശോധിക്കാം. വിമാനത്തിന്റെ സവിശേഷതകളിലേക്ക് നമ്മൾ വരുമ്പോൾ അതിൽ ഒന്നാമത്തേത് എയ്കാസ് ആണ്. എൻജിൻ ഇൻഡിക്കേറ്റിംഗ് ആൻഡ് ക്രൂ അലേർട്ടിംഗ് സിസ്റ്റമാണ് എയ്കാസ് എന്നറിയപ്പെടുന്നത്. ഇത് ബോയിങ് വിമാനങ്ങളിൽ മാത്രം ഉപയോഗിക്കുന്ന സംവിധാനമാണ്. അതായത് വിമാനത്തിലെ ഏതെങ്കിലും അസാധാരണമായ സാഹചര്യത്തെക്കുറിച്ച് പൈലറ്റിന് മുന്നറിയിപ്പ് നൽകുക. ഉദാഹരണത്തിന് വിമാനത്തിന്റെ വാതിൽ കൃത്യമായല്ല അടച്ചിരിക്കുന്നതെങ്കിൽ, മർദ്ദ വ്യത്യാസമുണ്ടെങ്കിൽ, താപനിലയിൽ വ്യത്യാസം വന്നാൽ, അങ്ങനെ പലതരത്തിലുള്ള മുന്നറിയിപ്പുകൾ നൽകുന്ന സംവിധാനമാണ് എയ്കാസ് എന്ന് പറയുന്നത്. രണ്ടാമത്തേത് GPWS TAWS ഗ്രൗണ്ട് പ്രോക്സിമിറ്റി വാർണിംഗ് സിസ്റ്റം അല്ലെങ്കിൽ ടെറൈൻ അവയർനെസ് ആൻഡ് വാർണിംഗ് സിസ്റ്റം എന്നതാണ്. അതായത് പൈലറ്റിന് ലഭിക്കുന്ന ഒരു മുന്നറിയിപ്പാണിത്. വിമാനം നിലത്തിറക്കാൻ ബുദ്ധിമുട്ടുള്ളപ്പോഴാണ് പ്രധാനമായും ഈ നിർദ്ദേശം ലഭിക്കുക. കടുത്ത പുക വരിക, മൂടൽമഞ്ഞ് വരിക, അങ്ങനെ ദൂരക്കാഴ്ച ലഭിക്കാതിരിക്കുന്ന സാഹചര്യങ്ങളിൽ, രാത്രികാലങ്ങളിൽ ഈ ലാൻഡിങ്ങിനിടയിലും മറ്റും നൽകുന്ന ഒരു മുന്നറിയിപ്പ് സംവിധാനമാണിത്. ടെറൈൻ ആൻഡ് പുള്ളപ്പ് എന്നാണ് പൊതുവെ പറയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട സംവിധാനം എന്ന് പറയുന്നത് TCAS ആണ്. TCAS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാഫിക് കൊളീഷൻ അവോയ്ഡൻസ് സിസ്റ്റമാണ്. ആകാശമധ്യേ വിമാനങ്ങൾ കൂട്ടിയിടിക്കുന്ന സാധ്യത ഒഴിവാക്കുന്ന ഒരു മുന്നറിയിപ്പ് സംവിധാനമാണിത്. ഒരേ പാതയിൽ മറ്റൊരു വിമാനം വരുന്നത് കണ്ടെത്തി ആകാശപാത പുനഃക്രമീകരിക്കുന്നതിനായിട്ടാണ് ഈ സംവിധാനം ഉപയോഗിക്കുന്നത്. നാലാമത്തേത് SWS ആണ്. സ്റ്റാൾ വാർണിംഗ് സിസ്റ്റം. അതാണ് SWS എന്നതിന്റെ പൂർണ്ണരൂപം. വിമാനത്തിന്റെ സ്പീഡ്, മറ്റ് സുരക്ഷാ മാനദണ്ഡങ്ങൾ ഇതൊക്കെ മോണിറ്റർ ചെയ്ത് നിയന്ത്രണത്തിൽ വേണ്ട മാറ്റം വരുത്താൻ നിർദ്ദേശിക്കുന്ന കാര്യമാണിത്. അടിയന്തര ലാൻഡിംഗ് വേണോ എന്നൊക്കെ തീരുമാനിക്കാൻ സഹായകമാകുന്ന സംവിധാനമാണിത്. അഞ്ചാമത്തേത് ഈ ഡ്രീം ലൈനറിലുള്ളത് ഓവർ സ്പീഡ് വാർണിംഗ് ആണ്. അതായത് നിശ്ചിത വേഗത്തിൽ, ഇതിനൊരു സെറ്റ് ചെയ്തിരിക്കുന്ന സ്പീഡുണ്ട്, ആ നിശ്ചിത വേഗത്തിൽ കൂടുതലാണ് സഞ്ചാരമെങ്കിൽ അതേക്കുറിച്ച് പൈലറ്റിന് സൂചന നൽകുന്ന സംവിധാനമാണ്. അതോടൊപ്പം തന്നെ വിൻഷിയർ ഡിറ്റക്ഷൻ, കാലാവസ്ഥയിൽ അപ്രതീക്ഷിതമായ മാറ്റങ്ങൾ ഉണ്ടായാൽ പ്രധാനമായും കാറ്റിന്റെ ദിശ, വേഗം ഇതൊക്കെ കൃത്യമായി മനസ്സിലാക്കി പൈലറ്റിനെ അലേർട്ടാക്കുന്ന സംവിധാനമാണിത്. അതോടൊപ്പം ഏഴാമതായി പറയേണ്ടത് എൻഹാൻസ്ഡ് ഫ്ലൈറ്റ് വിഷൻ ആൻഡ് അലേർട്ട്സ്. നിശ്ചിത രേഖാംശത്തിൽ നിന്ന് വിമാനം മാറുകയാണെങ്കിൽ അതേക്കുറിച്ച് പൈലറ്റിന് സൂചന നൽകും. മാത്രമല്ല വ്യോമമേഖലയിലെ പാതാ വ്യതിയാനത്തെക്കുറിച്ച് കൃത്യമായ സന്ദേശം നൽകുന്ന സംവിധാനമാണിത്. വിമാനം വഴിതിരിച്ചു വിടേണ്ട അടിയന്തര സാഹചര്യങ്ങളെക്കുറിച്ചൊക്കെ ഓർമ്മപ്പെടുത്തുന്നതിനായിട്ടുള്ള സുപ്രധാന ക്രമീകരണമാണിത്. എട്ടാമത്തേത് ഫയർ ആൻഡ് സ്മോക്ക് അലാംസ് ആണ്. ഏറ്റവും സാധാരണമായി ലഭിക്കുന്ന സുരക്ഷാ മുന്നറിയിപ്പ്. അഗ്നിബാധയോ പുകയോ ഉണ്ടെങ്കിൽ ലഭിക്കുന്ന ഒരു അലാം സംവിധാനമാണ്. കാലാവസ്ഥാ വ്യതിയാനത്തിലും ഈ മുന്നറിയിപ്പുകൾ കിട്ടും. ഒൻപതാമത്തേത് ടെയിൽ സ്ട്രൈക്ക് പ്രൊട്ടക്ഷൻ ആണ്. വിമാനം പറന്നുയരുന്നതിനിടയിലോ ലാൻഡിങ്ങിനോ വിമാനത്തിന്റെ പിൻഭാഗത്തുണ്ടാകുന്ന വ്യത്യാസങ്ങളെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്ന ഈ സംവിധാനം. അങ്ങനെ പ്രത്യേകതയുള്ള സംവിധാനങ്ങളുള്ള ഡ്രീം ലൈനറാണ് അപകടത്തിൽപ്പെട്ട വിമാനം എന്നത് ഈ വിമാനത്തിലുണ്ടായ അപകടത്തിന്റെ ഒരു വ്യാപ്തി വർദ്ധിപ്പിക്കുകയാണ്. അപ്പോൾ ഈ വിമാനത്തിന് എന്താണ് സംഭവിച്ചത്? കൃത്യമായി സഞ്ചരിച്ച് അവിടെ UK പോയി ഹീത്രൂ വിമാനത്താവളത്തിൽ പറന്നിറങ്ങേണ്ടിയിരുന്ന വിമാനം പറന്നുയർന്ന് 625 അടി ഉയരത്തിലെത്തിയപ്പോൾ തന്നെ താഴേക്ക് കൂപ്പുകുത്തി വീണത് എങ്ങനെയാണ്? അതിന്റെ ഉത്തരമാണ് അറിയേണ്ടത്. ഇരട്ട എഞ്ചിനുകൾ തകരാറിലായതാണോ അതോ പൈലറ്റുമാർക്ക് പറ്റിയ പിഴവാണോ? എന്താണ് സംഭവിച്ചതെന്നറിയാൻ നമുക്കും കാത്തിരിക്കാം.